മെയ് 25 ലോക തൈറോയ്ഡ് ദിനം. മെയ് 25 ലോക തൈറോയ്ഡ് ദിനമായി വേൾഡ് തൈറോയ്ഡ് ഡേ ആചരിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തായി ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ നാളിരഹിത ഗ്രന്ഥിയാണ് ഇത്. ഹൃദയമിടിപ്പ്, ശരീര ഊഷ്മാവ്, മാനസികാവസ്ഥ എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗ്രന്ഥി പ്രധാന പങ്കുവഹിക്കുന്നു. യൂറോപ്യൻ തൈറോയ്ഡ് അസോസിയേഷൻ്റെയും ഇൻ്റർനാഷണൽ തൈറോയ്ഡ് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ 2008 മുതലാണ് മെയ് 25 ലോക തൈറോയ്ഡ് ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. മെയ് 25 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജന്മദിനം. 20-ാം നൂറ്റാണ്ട് ദർശിച്ച ഏറ്റവും ധീരനും സാഹസികനുമായ പത്രാധിപർ, സാഹിത്യകാരൻ, നിരൂപകൻ, സമൂഹ നവീകരണവാദി എന്നീ നിലകളിൽ ശ്രദ്ധേയനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1878 മെയ് 25 നെയ്യാറ്റിൻകരയിൽ ജനിച്ചു. നെയ്യാറ്റിൻകരയിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ BA പഠനം നടത്തുന്ന സമയത്തു തന്നെ അദ്ദേഹം കേരള ദർപ്പണം, കേരള പഞ്ചിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായി. 1905 കേരളൻ എന്ന മാസിക ആരംഭിച്ചു. 1906 ജനുവരിയിൽ അഞ്ചുതെങ്ങിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി. നാട്ടിലെ അനീതികൾക്കെതിരെയും അധികാരികളുടെ അഴിമതികൾക്കെതിരെയും പത്രത്തിലൂടെ തുറന്നെഴുതി. അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ രാജഗോപാലാചാരിയുടെ അഴിമതികളെയും രാജഭരണത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകളെയും നിർഭയം നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. ഇത് അധികാരികളെ ചൊടിപ്പിച്ചു. 1910 സെപ്റ്റംബർ 26 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഉത്തരവ് പ്രകാരം തിരുവിതാംകൂറിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്തുകയും പത്രവും പ്രസ്സും കണ്ടുകെട്ടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് നാടുകടത്തപ്പെട്ട അദ്ദേഹം പിന്നീട് മലബാറിലാണ് താമസമാക്കിയത്. ദാരിദ്ര്യവും രോഗവും അലട്ടിയിരുന്നെങ്കിലും തൻ്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. മികച്ച ഒരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്ന അദ്ദേഹം എഴുതിയ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്ര ഗ്രന്ഥമാണ്. മലയാളത്തിലെ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് ഈ കൃതിയെ വിശേഷിപ്പിക്കുന്നു. 1912 അദ്ദേഹം കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിച്ചു. ഏഷ്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായി കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയത് ഇദ്ദേഹമാണ്. നാടുകടത്തപ്പെട്ട അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന എൻ്റെ നാടുകടത്തൽ എന്ന കൃതിയും ഏറെ ശ്രദ്ധേയമായി. 1916 മാർച്ച് 28 38-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.